ഈ രാഷ്ട്രീയ നേതാക്കൾ ഈ ഇലക്ഷന് സമയത്തൊക്കെ ഉപയോഗിക്കുന്ന പദങ്ങളും പ്രയോഗങ്ങളും ഒക്കെ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. കാരണം അവർ ഈ രാജ്യത്തെ നയിക്കേണ്ടവരാണ്, നമ്മുടെ നാടിനെ നയിക്കേണ്ടവരാണ്, നമ്മളെയൊക്കെ നയിക്കേണ്ടവരാണ്. ആ നമ്മളെയൊക്കെ നയിക്കാൻ അവരെ തിരഞ്ഞെടുക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. വേറെ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ടാണ്, അല്ലാതെ ഇവർ ഇഷ്ടം കൊണ്ടൊന്നും അല്ല ജനങ്ങളെ എടുക്കുന്നത്. അപ്പോൾ ഉള്ള വർത്തമാനം വളരെ സൂക്ഷിക്കേണ്ടതാണ്, വളരെ സൂക്ഷിക്കേണ്ടതാണ്. മോഹൻലാലുമായിട്ട് ഒരു അഭിമുഖം നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി നടത്തിയിരുന്നു. ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി എടുത്തതാണ്. PRD വഴി കാശും പണവും ചിലവാക്കി എടുത്താണ്. അതിന് ചിലവ് 11 ലക്ഷം രൂപ. മോഹൻലാലിൻ്റെ ഫീസ് എത്ര ആണെന്നും അതിൻ്റെ ബില്ല്, ശമ്പളം, സാലറി, അതിൻ്റെ ബില്ല് നീങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ അപ്പോഴത്തേക്ക് അശനിപാതം പോലെ ഇലക്ഷൻ അങ്ങ് പ്രഖ്യാപിച്ചു ഇത് വന്നുപോയി. അത് കാരണം ആ പണം ഇതുവരെ കൊടുക്കാൻ പറ്റിയില്ല. അതിനി വരാൻ പോകുന്ന ഗവൺമെൻറ് കൊടുക്കണം. കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അദ്ദേഹത്തിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചല്ലേ. ഏതായാലും ശരി, അന്ന് ആ സംഭാഷണത്തിൽ ഞാനത് മുഴുവനൊന്നും കേട്ടില്ല. കാരണം അത് എനിക്ക് കേൾക്കാൻ തോന്നിയില്ല, എനിക്ക് ഇഷ്ടവുമില്ല. അതുകൊണ്ടാണ് ഞാൻ കേട്ടതുമില്ല. മോഹൻലാലിന് പേര് ഉള്ള ഒരാൾ ഒരു കാരണവശാലും അതിന് തലവെച്ച് കൊടുക്കാൻ പാടില്ലാത്തതായിരുന്നു. ആ ചെയ്തത് ശരിയല്ല. കാരണം ഇങ്ങനെയുള്ള ആളുകൾ, ഈ സിനിമാക്കാർ, ഇതുപോലുള്ളൊക്കെ ആളുകളുണ്ടല്ലോ. മോഹൻലാലൊക്കെ ഹൈ പെഡസ്റ്റിലുള്ള ഒരാളാണ്. അയാളൊക്കെ വിളിച്ച് ഇതുപോലെ ഡൂക്കിലി രാഷ്ട്രീയക്കാർക്കൊക്കെ വേണ്ടി വന്ന് ഇതുപോലെ ഇൻ്റർവ്യൂ നടത്താനും ഇതിനുമൊക്കെ വരിക എന്ന് പറയുന്നത് മഹാവൃത്തികളാണെന്നേ ഞാൻ പറയുള്ളൂ. അതാണ്. അപ്പോൾ അവരുടെ പദവി കാക്കണം, അന്തസ്സ് കാക്കണം. അവരെയൊക്കെ ജനങ്ങൾ അതുപോലെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അവരൊന്നും വന്ന് ഇതുപോലുള്ള കാര്യത്തിന് ഒരാൾക്ക് വോട്ട് പിടിക്കാൻ 4 വോട്ടിന് വേണ്ടി, 4 സ്ഥാനത്തിന് വേണ്ടി, 4 വോട്ടിനും 4 സ്ഥാനത്തിനോ അങ്ങനെ കണ്ട ബാക്കി അത് മറന്നുപോയി വേണ്ടി ഇങ്ങനെ അവർ ആരെയും സഹായിക്കാൻ പാടില്ല. എൻ്റെ ആവശ്യമുള്ള കാര്യമല്ല. ഇവിടെ ആ സംഭാഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയത് മോഹൻലാലിൻ്റെ വളരെ അതായത് ഒരു എല്ലാവരും എടുത്ത് ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, നീ പോ മോനെ ദിനേശ, നീ പോ മോനെ ദിനേശ എന്ന് മോഹൻലാൽ ഒരു സിനിമയിൽ പറയുന്ന ഒരു വാചകമുണ്ട്. അത് വളരെ ഇഷ്ടമായിട്ടാണ് ആണെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതി പറഞ്ഞതായിട്ട് പറയുന്നു. അപ്പം നീ പോ മോനെ ദിനേശ, അപ്പം ഇത് ഇങ്ങനെ വളരെ പ്രശസ്തമായ ഒരു വാചകമാണ്. അതുപോലെ സവാരി ഗിരിഗിരി, അങ്ങനെ കുറച്ച് ടേംസ്, പദപ്രയോഗങ്ങൾ മോഹൻലാൽ ഉപയോഗിച്ചതുകൊണ്ട് അതൊക്കെ വളരെ വൈറലാണ് അങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ. അപ്പോൾ ഇത് നമ്മുടെ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി, കോൺഗ്രസിന് വേണ്ടി, UDFന് വേണ്ടി നമ്മുടെ തെലുങ്കാന മുഖ്യമന്ത്രി, അതും ചെറുതല്ല, തെലുങ്കാനയുടെ മുഖ്യമന്ത്രിയാണ്. തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഇവിടെ വന്നു കഴിഞ്ഞൊരു മീറ്റിംഗ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടല്ലോ, നീ പോമോനെ വിജയ എന്ന് നമ്മുടെ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞു. അത് ഒരു തമാശയായിട്ട് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ എന്നാലും ഒരു മുഖ്യമന്ത്രിയാ പറയുന്നതെന്ന് ആലോചിക്കണം. ഇവനൊക്കെ തലയ്ക്ക് എന്തെങ്കിലും ബോധമുണ്ടെങ്കിൽ ഇതുപോലുള്ള വർത്തമാനം വിളിച്ചു പറയും. അത് വേറൊരു സ്റ്റേറ്റിൽ ചെന്നിട്ട് അവിടുത്തെ മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കാൻ. അതുമാത്രമല്ല, ഇയാൾ പ്രായം, അച്ഛനും മൗനുമാകാനുള്ള പ്രായം പോലും ഇല്ല അയാൾക്ക്. ആ രീതിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെയാണ് നീ ഇപ്പോൾ മോനെ വിജയ എന്ന് പറഞ്ഞു. അവസാനം അത് വളരെ ഇത് മാധ്യമങ്ങളുമൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തി. മുഖ്യമന്ത്രി അത് കേട്ട് വളരെ അസ്വസ്ഥനായി. രേവന്ത് റെഡ്ഡി ഇങ്ങനെ പറഞ്ഞു, മോശമായിപ്പോയി, മഹാമോശമായിപ്പോയി. അപ്പോൾ ഇങ്ങനൊരു മുഖ്യമന്ത്രിയാണ് ഇതേപോലുള്ള പദപ്രയോഗങ്ങൾ നടത്തുന്നത് എന്നൊക്കെ വളരെ നല്ല നല്ല കാര്യങ്ങൾ ആദ്യം പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ നന്നാവാനുള്ള ഒരുക്കമാണെന്ന്. അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെ ഒരു മുഖ്യമന്ത്രിയാണ്, ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയാണെന്ന് ഓർക്കണം, ഇങ്ങനെ പറയാൻ പോയി. അപ്പോൾ അത് വിശദമായ മറുപടി ഞാൻ അതിന് പിന്നെ കൊടുക്കാം. പക്ഷെ തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഡേഷ് മോനെ, ഡാഷ് എന്നല്ല പുള്ളി ഉച്ചരിക്കുന്നത്, ഡേഷ് മോനെ രേവന്ത്, ഡാഷ് മോനെ എന്ന് പറഞ്ഞാൽ അതൊന്ന് ഫില്ല് ചെയ്യണം. അതായത് ആരെങ്കിലും അറിയാവുന്ന ഒരു പൂരിപ്പിച്ചെടുക്കണം. അത് ഈ ഡാഷ് മോനെ എന്ന് വിളിച്ചാൽ നമ്മുടെ നാട്ടിൽ എന്താണെന്നുള്ളത്
എല്ലാവർക്കും അറിയാം. ആ ഡാഷ് മോനെ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് അതും ഒരു മുഖ്യമന്ത്രിയാണോ ഉപയോഗിച്ചതെന്ന് നോക്കണം. ഒരുത്തനൊരു വൃത്തികേട് വിളിച്ചു പറഞ്ഞു, അതിന് മറുപടി പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. നമ്മുടെ മുഖ്യമന്ത്രി ഉടനെ അതിന് ഡാഷ് മോനെ എന്നും പറഞ്ഞ് അങ്ങോട്ട് പ്രയോഗം അങ്ങോട്ട് നടത്തി കൊടുത്തു. കൊള്ളാം, നല്ല സ്റ്റാൻഡേർഡ് കേട്ടോ. ഇവർക്കൊക്കെ ഇങ്ങനെയുള്ളവന്മാർ തന്നെ ഭരിക്കണം നമ്മളെ എല്ലാം. ഡാഷ് മോനെ എന്ന് വിളിക്കുന്നത് ഇതാ ഞാൻ പറഞ്ഞ. നേരത്തെ എനിക്ക് ഓർമ്മ വന്നത് ട്രംപ് ഏതാണ്ട് ഒരു 3 ദിവസം മുമ്പ് ഉപയോഗിച്ച അതായത് ഹോർമൂസ് കടലിടുക്ക് തുറക്കണം എന്ന് ഇറാനോട് പറഞ്ഞതിന് ഉപയോഗിച്ച പദപ്രയോഗങ്ങളുണ്ട്. ഏറ്റവും വലിയ അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തി അയാൾ. അപ്പം അത് കഴിഞ്ഞ് അതൊരു രാജ്യം ഭരിക്കുന്നവനാണ്, അമേരിക്കൻ പ്രസിഡൻ്റാണ്. ഇപ്പം ഞാൻ ഇത് അമേരിക്കൻ പ്രസിഡന്റ് പദവിയൊന്നും ഇല്ലെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. അതുപോലെ തെലങ്കാനയുടെ മുഖ്യമന്ത്രിയാണ് ശ്രീ രേവന്ത് റെഡ്ഡി. രേവന്ത് റെഡ്ഡി ആ ഭാഷ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. കാരണം നമ്മുടെ മുഖ്യമന്ത്രിയെക്കുറിച്ചാണ് അങ്ങനെ പറയുന്നത്. ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെക്കുറിച്ച് ആ രീതിയിൽ സംസാരിക്കാൻ ബിലിറ്റിൽ ചെയ്യുന്നത് പോലാണ് സംസാരിക്കാൻ പാടില്ല. സിനിമാ ഡയലോഗൊക്കെ ഉപയോഗിക്കാൻ, തമാശ വേണമെങ്കിൽ പറയാം. ഇത് പക്ഷേ വെറും തമാശയായിട്ട് നമുക്ക് കണക്കാക്കാനും ഒക്കത്തില്ല. അത് തമാശയായിട്ട് എടുത്തെങ്കിൽ ചിരിച്ച് കളയാമായിരുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ, അല്ലേ? എന്നാലും ആ തമാശയൊന്നും ഒരു പ്രായമുള്ള മനുഷ്യനോട് ഒരു കാരണവശാലും, ഒരു വന്യ വയോധികനായ ഒരു മനുഷ്യനോട് രേവന്ത് റെഡ്ഡി പറയാൻ പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞു. പക്ഷെ അതിനുപയോഗിച്ച മറുപടിയോ ഡാഷ് മോനെ എന്ന്. കൊള്ളാം, എന്തു നല്ല സ്റ്റാൻഡേർഡ് എന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇത് എഴുതി വെക്കണം. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന പദപ്രയോഗങ്ങൾ ഈ ഇലക്ഷന് അനുബന്ധിച്ച് വരുന്നത് വളരെ വലിയ വലിയ പദപ്രയോഗങ്ങളാണ്. അദ്ദേഹം മൂലം നമ്മളെ ശബ്ദധാരാവലിക്ക് ഒരുപാട് സംഭാവനകൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പലപ്പോഴും നൽകിയിട്ടുണ്ട്. പണ്ടൊരാളെ ഈ ഒരു ബിഷപ്പിനെ പറഞ്ഞ വർത്തമാനം എന്ന് പറയുന്നത്, താമരശ്ശേരി ബിഷപ്പിനെ പറഞ്ഞത് നികൃഷ്ടജീവി എന്നാണ്. നികൃഷ്ടജീവി ഏറ്റവും നല്ലത്. അതുപോലെ കേരളം കണ്ടുള്ള ഏറ്റവും നല്ല പാർലമെൻറ്റേറിയൻ, കേരളമല്ല ഇന്ത്യ കണ്ടുള്ളതിൽ വളരെ പ്രാമുഖ്യമുള്ള ഇന്നത്തെ കാലത്ത് അത്രത്തോളം പ്രമുഖനായ ഒരു പാർലമെൻറ്റേറിയൻ ആണ് ശ്രീ പ്രേമേന്ദ്രൻ. പ്രേമേന്ദ്രനെ വിളിച്ചെന്താണ്? പരനാറി എന്നാണ്. കൊള്ളാം. പിന്നെ ബാക്കി എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്ന പദമാണ് ചെറ്റത്തരം, രാഷ്ട്രീയ ചെറ്റത്തരം. അത് വീണ്ടും പറഞ്ഞുകൊണ്ട് ഏതാണ്ട് നല്ല വാക്കാന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ ചെറ്റത്തരം, അത് ശ്രീ ജി സുധാകരനെ വിളിച്ചതാണ് ചെറ്റയെന്ന്. ചെറ്റത്തരം, സുധാകരൻ കാണിച്ചത് ചെറ്റത്തരമാണെന്ന്. അത് പിന്നെ തിരുതി രാഷ്ട്രീയ ചെറ്റത്തരമാക്കി. പിന്നെ അത് പിന്നീടാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. അതെപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണെന്നാണ്. ഒരു പാവപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു, ഒരു ചോദ്യം അത് വീട്ടിൽ പോയി ചോദിക്കും. മുഖ്യമന്ത്രിയുടെ മറുപടിയാണ്. ഈ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നത്. നല്ല സ്റ്റാൻഡേർഡ് ഇവർക്കൊക്കെ. കൊള്ളാം. ഇവരൊക്കെ തന്നെ വേണം നമ്മളെ ഭരിക്കാൻ കേട്ടോ. ഇവർ ഭരിച്ചില്ലെങ്കിലുണ്ടല്ലോ നമ്മൾ എങ്ങോട്ട് പോവും? ഈ കേരളത്തിൻ്റെ ഭാവി എന്തോ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഒന്ന് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇതുപോലുള്ളവന്മാർ നമ്മളെ നയിക്കുന്നതും ഭരിക്കുന്നതും. നല്ല സ്റ്റാൻഡേർഡ്, പുറത്ത് പറയാനെങ്കിലും കൊള്ളാം കേട്ടോ. ഏതായാലും കൊള്ളാം, നന്നായിരിക്കുന്നു. ഇങ്ങനെ തന്നെ കീപ്പ് ഇറ്റ് അപ്പ്.